എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ബീഫ് വാരിയൽ മന്തിയാണ്. ഞാനല്ല കേട്ടോ, ഇക്കയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് മുൻപായിട്ട് ഈ മന്തി ഉണ്ടാക്കാൻ അറിയുന്നവരും ഉണ്ടാകും, അറിയാത്തവരും ഉണ്ടാകും. പക്ഷേ ഇത്രയും സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീഫ് വാരിയലാണ്. ചിക്കൻ കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ബീഫ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബീഫ് വാരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ബാക്കി പകുതി നമുക്ക് റൈസിലേക്ക് ആവശ്യമുണ്ട് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് രണ്ട് തക്കാളി എടുത്തിട്ട് ഇതുപോലെ മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കി എടുക്കുക. പിന്നെ റെഡ് കളർ വേണം, ഫുഡ് കളർ കേട്ടോ, യെല്ലോ കളർ വേണ്ട. കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, മാഗി ക്യൂബ്, ബട്ടർ. നമ്മളൊരു 10ൻ്റെ കുക്കറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ നല്ല പോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാരിയലുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി ആ ബീഫിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഗ്രാമ്പു, പട്ട, ഏലക്കായ, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ നമുക്ക് ആ സ്റ്റാർ ഉണ്ടല്ലോ അത് വേണം, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. മാഗി ക്യൂബിൽ ഉപ്പുള്ളതുകൊണ്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തത്, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാഗി ക്യൂബ് ഉണ്ടല്ലോ അത് ഇതുപോലെ പൊടിഞ്ഞ് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ ബട്ടറാണ്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് റെഡ് കളർ ഉണ്ടല്ലോ അത് കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ചോറും അതുപോലെ തന്നെ ബീഫും വെളുത്തിരിക്കും. ഇനി ചിക്കൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ചിക്കനായാലും വെളുത്തിരിക്കും കേട്ടോ, അതുകൊണ്ട് കളർ കുറച്ച് കൂടുതൽ ഇട്ടോ. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 വിസിൽ. പിന്നെ ഇത് ശ്രദ്ധിക്കണം, കുറച്ച് വെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ഞാൻ അതിൽ വിട്ടുപോയതാണ്, വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ വിട്ടുപോയതാണ്. ഒരു 5 വിസിൽ അടിക്കണം. അതിൽ ആദ്യത്തെ വിസിലെന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിലും ബാക്കി 4 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് മന്തി റൈസ് ഉണ്ടാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് അത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ആ അരി ഒന്ന് ഇട്ട് വെക്കണം കേട്ടോ, ഒന്ന് പെട്ടെന്ന് കുതിർന്ന് കിട്ടാനാണ്. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒരു കലത്തിൽ എടുത്ത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. ഈ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ ബീഫിക്ക് എടുത്ത് അതേപോലെ മസാലകൾ എടുക്കണം കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കായ, കുരുമുളക്, ഗ്രാമ്പു, പട്ട, പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഉണക്ക നാരങ്ങ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം ആവശ്യത്തിന്. അതുപോലെ തന്നെ ഓയിലെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയല്ല, പാം ഓയിൽ കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് വെള്ളം തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെള്ളം തിളച്ച് വന്നാൽ നമ്മൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ചോറൊന്ന് പകുതി വേവാവണം കേട്ടോ. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്, പകുതി വേവായി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബീഫ് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, വേവിക്കാൻ വെച്ചതും കൂടെ വിസിലായി വന്നിട്ടുണ്ട്. അത് ഓഫ് ചെയ്യാം. ഇനി ഇതേ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്, അതൊന്ന് നമുക്കൊരു കൊട്ടയിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്, അതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. വിസിലൊക്കെ പോയിട്ടുണ്ട്, ഇതേ കണ്ടോ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ ഉണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ ഈ പകുതി വേവാക്കി വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ബാക്കി വെച്ചിരുന്ന ക്യാപ്സിക്കം അരിഞ്ഞ് അതിൻ്റെ ഈ ചോറിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. കുറച്ച് പച്ചമുളകും കൂടി ഇതുപോലെ കുത്തിങ്ങാണ്ട് വെക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ബട്ടർ, അത് ഇതിൽ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, നിർബന്ധമായിട്ടും നമ്മുടെ ഈ മന്തിക്ക് ബട്ടർ വേണം. പിന്നെ കുറച്ച് റെഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക കേട്ടോ. ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് തുറന്ന് നോക്കാം. നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആരാണ് മന്തി ഉണ്ടാക്കാൻ പറഞ്ഞുതരിക? കനൽ വെച്ച് പിന്നെന്താ അടച്ച് വെച്ച് വേവിക്കുക അങ്ങനെയൊന്നും വേണ്ട. അതേ മന്തിയുടെ ടേസ്റ്റ് തന്നെയാണ്, അതേ മണവും രുചിയും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഏത് കുഞ്ഞു കുട്ടികളും ഇനി മന്തി ഉണ്ടാക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് വിഷമിച്ചെടുക്കൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മന്തി ഉണ്ടാക്കാൻ അറിയുന്നവരൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതുപോലെ, എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ദേ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, കറക്റ്റ് വേവാണ്. റൈസൊക്കെ നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ബട്ടർ ചേർത്തത് കൊണ്ടാണ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ ബട്ടർ നിങ്ങൾ മിസ് ചെയ്യരുത് എന്നുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല ചൂടാണ്.
ആ ബീഫ് വെന്ത് വന്നതൊന്ന് കാണിച്ചു കേട്ടോ. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ അതിലേക്ക് മയോണൈസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഒരു 2:30 സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചോറ് വെന്ത് വന്നപ്പം അപ്പോൾ പ്ലേറ്റിലേക്ക് കുറച്ച് ചോറൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പം ദേ ഒരു വാരിയലിൽ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോ സോസും. ആദ്യത്തെ ഉള്ള നിങ്ങൾക്ക് തന്നെയാണ്. ബീഫ് വെന്തതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതിന് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതേ ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. നല്ല പൂ പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചൂടാണ്. ഇച്ചിരി മയോണൈസിലും ടൊമാറ്റോ സോസിലും മുക്കിയിട്ട് ആദ്യത്തെ ഉള്ള നിങ്ങൾക്കാണ്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.